ഒരു നിമിഷം ശ്രദ്ധിക്കൂ. നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും നമ്മളെ ഏറ്റവും കൂടുതൽ രോഗിയാക്കാൻ സാധ്യതയുള്ളതും എന്നാൽ നാം വളരെയധികം ശ്രദ്ധിക്കാത്തതുമായ ഒരു സാധനം എന്താണെന്നറിയാം. പെട്ടെന്ന് ഓർമ്മയിൽ വരാൻ സാധ്യത കുറവാണ്. ഞാൻ പറഞ്ഞുതരാം. ജലം അല്ലെങ്കിൽ വെള്ളം. വെള്ളത്തിന്റെ ഉപയോഗം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. വെള്ളമില്ലാത്തൊരു ദിവസത്തെ പറ്റി അല്ലെങ്കിൽ നമുക്ക് ചുറ്റും വെള്ളം ഉണ്ടായിട്ടും കുടിക്കാൻ ഒരു തുള്ളി ശുദ്ധജലം ഇല്ലാത്ത അവസ്ഥയെ പറ്റി എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കോളറ, മഞ്ഞപ്പിത്തം, വൈറൽ ഇൻഫെക്ഷൻസ്, എന്തിനേറെ അമീബിക് മസ്തിഷ്ക ജ്വരം പോലും വരുന്നത് നാം ഉപയോഗിക്കുന്ന വെള്ളത്തിൽ നിന്നാണ്. വീട്ടിലെ കിണറിലെ വെള്ളത്തിൽ സാധാരണയായി ശുചിമുറി മാലിന്യം, കീടനാശിനികൾ, ഈക്കോളി, കോളിഫോം എന്നിവയുടെ സാന്നിധ്യം കാണപ്പെടുന്നു. കിണറിലെ വെള്ളം മാത്രമല്ല, വാട്ടർ അതോറിറ്റി പൈപ്പ് വഴി ലഭിക്കുന്ന വെള്ളം ക്ലോറിനേഷൻ എന്ന ശുചീകരണ പ്രക്രിയ കഴിഞ്ഞാണ് നമുക്ക് ലഭിക്കുന്നത്. വിദഗ്ധരുടെ പഠനത്തിൽ സ്ഥിരമായി ക്ലോറിനേറ്റഡ് വെള്ളം ഉപയോഗിക്കുന്നവർക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത 33% കൂടുതലാണ്. ഇനി മിനറൽ വാട്ടർ ബോട്ടിലിനെ ആശ്രയിക്കാന്ന് വിചാരിച്ചാലോ? ഒറ്റ തവണ മാത്രം ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് കുപ്പികളിൽ അടങ്ങിയിരിക്കുന്ന മൈക്രോ നാനോ പ്ലാസ്റ്റിക് നമ്മുടെ ശ്വാസനാഡി വ്യവസ്ഥ തകരാറിലാക്കുന്ന മാരകമായ രോഗങ്ങൾക്കും ക്യാൻസർ എന്നിവയ്ക്കും കാരണമാകുന്നു. പ്ലാസ്റ്റിക് കുപ്പികൾ നമ്മുടെ പരിസ്ഥിതിക്ക് ഉണ്ടാക്കുന്ന ദോഷങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. ഇനി മുതൽ വെള്ളം കുടിക്കുമ്പോൾ അത് എവിടെ നിന്നാണ് ലഭിക്കുന്നതെന്നും പൂർണ്ണമായും ശുദ്ധമാണെന്നതും ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം ഉപയോഗിക്കൂ. ഇല്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും. വലിയ വില.